ഇന്ന് നമ്മളുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ ഷാരോൺ ആണ്. ഒരു പ്രാവശ്യം കൂടെ ഡോക്ടർ നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വരാമെന്ന് അഗ്രി ചെയ്ത് നമ്മളുടെ ഇവിടെ വന്നതിനായിട്ട് നന്ദി പറയുന്നു. ഡോക്ടറുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഇനിയും കൊണ്ടുവരണം എന്നൊക്കെ പല ആളുകളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ നമ്മള് ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റീസിനെ കുറിച്ചല്ല, എന്നാൽ ഡയബറ്റീസിന് കാരണമാകുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ്. അതിന് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കേൾക്കും. ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ആണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പലതിന്റെയും കാരണം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും, അത് എങ്ങനെ ഉണ്ടാകുന്നു, അതൊന്നും നമുക്ക് നല്ല ബോധ്യം ഇല്ല. ഈ ഇൻഫ്ലമേഷൻ കൊണ്ടുള്ള മറ്റു പല പ്രോബ്ലംസ് നമ്മളിപ്പോ ഈ കോവിഡ് കാലത്ത് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട്. ശ്വാസം മുട്ടി ആളുകൾ മരിക്കുന്നു. അത് അവർക്ക് ഇൻഫ്ലമേഷൻ ബോഡിയുടെ ഇമ്മ്യൂൺ റിയാക്ഷൻ ആണ്. ആ റിയാക്ഷൻ ലങ്സിലൊക്കെ കൂടുതലായിട്ട് വന്ന് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആണ് അവർക്ക് ശ്വാസം മുട്ടൽ വരുന്നത് എന്ന് പറയുന്നു. ആ ശ്വാസം മുട്ടൽ കുറയ്ക്കാനായിട്ട് ഇൻഫ്ലമേഷൻ സപ്രസന്റ് ആയിട്ടുള്ള സ്റ്റീറോയിഡ്സ് കൊടുത്തിട്ട് ആ ആളുകൾക്ക് പിന്നെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന ഒരു മാരകമായ രോഗം ബാധിച്ച് വളരെ കഷ്ടപ്പെടുന്നതായിട്ടും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇൻഫ്ലമേഷൻ കൺട്രോൾ ആയിട്ട്, എന്താണ് ഇൻഫ്ലമേഷൻ, അതിങ്ങനെ കൺട്രോൾ ഇല്ലാതെ പോയാൽ നമ്മൾ എങ്ങനെ അതിനെ കൺട്രോളിൽ കൊണ്ടുവരും? ഇൻഫ്ലമേഷൻ വേണം, അല്ലെങ്കിൽ ബോഡി റിക്കവർ ചെയ്യത്തില്ല. പക്ഷെ അതെങ്ങനെ കൺട്രോൾഡ് ആയിട്ട് ആവശ്യത്തിന് മാത്രമായിട്ട് കൊണ്ടുവരും? ഇതിനൊരു ഉത്തരം നമുക്കില്ല. നമ്മൾക്ക് സ്റ്റീറോയിഡ് ഉപയോഗിച്ച് അതിനെ സപ്രസ് ചെയ്യുകയല്ല, അതിനെ മോഡ്യുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ ഇതിനൊക്കെ ഉള്ള ഉത്തരം ആയുർവേദത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ഇല്ലാതെ ആദ്യം നമുക്ക് ഷാറൂഖ് പറയുന്നത് എന്താണ്, ഡോക്ടർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഡോക്ടർ, ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആയുർവേദത്തിന്റെ ഒരു കൺസെപ്റ്റിലുള്ളത് ഞാൻ പറയാം. നമ്മൾ അതിനെ ശ്വേതു ഇല്ലെ ശോധം എന്നൊരു കൺസെപ്റ്റിൽ പറയും. അപ്പം അതിൽ തന്നെ ആദ്യം ചോദിച്ചല്ലോ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. ഇപ്പം മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ നമ്മൾ പറയും. പുറത്തുനിന്നുള്ള ഒരു കാരണം കൊണ്ടും ഉള്ളിൽ നിന്നുള്ള കാരണം കൊണ്ടും. പുറത്തുനിന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും വിഷാംശം ഉള്ളത് കഴിച്ചിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ കാരണമോ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. ഉള്ളിൽ നിന്നുണ്ടാവുന്നത് അസുഖങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ചിലപ്പോ നമുക്കുണ്ടാവുന്ന അസുഖങ്ങളുടെ ഒരു ബാക്കിപത്രമായിട്ടൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ബേസ് ചെയ്തിട്ട് ഒരു ഇന്റേണൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. അപ്പൊ ഇതിനൊരു റീസൺ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പറയുന്ന ഒരു ഫസ്റ്റ് കാര്യം തന്നെ ഇങ്ങനെയാണ്: വ്യാധി കർമ്മോപവാസാദി ക്ഷീണസ്യ ഭജതോ ദ്രുതം. അതായത് എന്തെങ്കിലും ഒരു വ്യാധി കാരണമോ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചിരിക്കുന്ന ഒരാള് ഇല്ലെങ്കിൽ പ്രൊസീജിയറുകൾ, ഇപ്പം ആയുർവേദത്തിലെ തന്നെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും ഇല്ല, ഏത് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ചെയ്തതിനു ശേഷമോ ഇല്ലെങ്കിൽ ഭയങ്കരമായി സ്റ്റേണസ് ആയിട്ട് ഉള്ള വർക്ക് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഉപവസിച്ചതിന് ശേഷമോ ഒക്കെ നമ്മൾ ധൃതി പിടിച്ചിട്ട് ഇല്ലെങ്കിൽ കുറെ ആഹാരങ്ങൾ കഴിക്കുക. ഇപ്പൊ പനി വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ ബിരിയാണി കഴിക്കുക ഇല്ലെങ്കിൽ പൊറോട്ട കഴിക്കുക എന്നൊരു കൺസെപ്റ്റ്. അപ്പൊ അത് അവിടെ ഒരു ഇന്റേണൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അതായത് ഇങ്ങനത്തെ നമ്മുടെ ബോഡി വീക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഹെവി ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമുക്ക് ഇന്റേണലി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ. അപ്പം നമ്മൾ ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരു മുറിവ് വരുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരുന്നു, അത് ഹീൽ ആവുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇന്റേണലി വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. അതിനുള്ള റീസൺസ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഇപ്പം പറഞ്ഞ ഒരു റീസൺ. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ വേഗധാരണം എന്ന് പറയും. അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ട് വരുന്ന എർജസ്, മൂത്രം ഒഴിക്കാനും അല്ലെ മോഷൻ പാസ് ചെയ്യാനും അങ്ങനെ ഓരോന്നിനും വരുന്ന നാച്ചുറൽ എർജസ്, ഇല്ലെങ്കിൽ കരയാൻ വരുന്ന എർജസ്, അങ്ങനെ നമ്മുടെ നാച്ചുറൽ എർജസിനെ നമ്മൾ സപ്രസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ നമ്മൾ ബലമായിട്ട് ബാത്റൂമിൽ പോകാൻ തോന്നാത്ത സമയത്ത് ബാത്റൂമിൽ പോയിരിക്കുക, അങ്ങനെ ബലമായിട്ട് സ്റ്റേണസ് ആയിട്ട് നമ്മൾ അത് ചെയ്യുക, ഇതും ഒരു ഇന്റേണൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാരണമാണ്. പിന്നെ ആഹാരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷനെ ബുദ്ധിമുട്ടിക്കുന്ന എന്താഹാരവും ഇന്റേണൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പം ഇതിനെ നമുക്കിത് നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പൂർവ്വരൂപം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒറിജിനൽ ആയിട്ടുള്ള അസുഖം സിംറ്റംസ് കാണിക്കുന്നതിന് മുന്നേ നമ്മുടെ ശരീരം തന്നെ കുറച്ച് സിംറ്റംസ് കാണിക്കും നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ പോവാൻ. അത് ഒരു രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന്, നമ്മുടെ കണ്ണിലൊക്കെ നല്ല ചൂട് തോന്നുക, ശരീരമൊക്കെ നന്നായിട്ട്
ചൂട് അനുഭവപ്പെടുക, നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ഹെവിനെസ് അനുഭവപ്പെടുക. ഇത് രണ്ടുമാണ് ഒരു മെയിൻ ലക്ഷണം എന്ന് പറയുന്നത്. നമുക്കൊരു ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്, എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു പൂർവ്വരൂപം എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഫ്ലമേഷൻ, ഇപ്പൊ ഡയബറ്റീസിന്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻ ഇല്ലെങ്കിൽ ഒരു അക്യുമുലേഷൻ എന്ന് നമുക്ക് ഇതിനെ പറയാം. അപ്പൊ അതിനെ തിരിച്ചറിയാനായിട്ട് ഇപ്പൊ ഒബേസ് ആയിട്ട് ഒരു കണ്ടീഷനിലേക്ക് പോവാണെങ്കിൽ നമ്മുടെ അരവണ്ണം തന്നെ അതിനെ കാണിക്കും. അത് ഫാറ്റ് ഡെപ്പോസിഷൻ ആണ്. പക്ഷെ ആ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. രണ്ട് രീതിയിൽ ഇൻഫ്ലമേഷൻ വരാം. ഇൻഫ്ലമേഷൻ വന്നതിന് ശേഷം അത് രോഗത്തിലേക്ക് നമ്മൾ ഇൻഫ്ലമേഷൻ വന്നു, ചില ഓർഗൻസ് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലാത്തപ്പോൾ അത് സംബന്ധിച്ച് അതിനോടനുബന്ധിച്ച രോഗങ്ങൾ ഉണ്ടാവാം. അതുപോലെ ചില രോഗങ്ങൾ വന്ന ശേഷം നമ്മുടെ ഓർഗൻസ് വർക്ക് ചെയ്യാത്തപ്പം ഇൻഫ്ലമേഷൻ, അത് കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാകാം. അപ്പം രണ്ട് രീതിയിലും ഇൻഫ്ലമേഷൻ ഉണ്ടാവാം നമ്മുടെ ശരീരത്തിൽ. പിന്നെ ഇതിനെ എങ്ങനെ ചികിത്സിക്കും ഇല്ലെങ്കിൽ എന്നുള്ളതാണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ചികിത്സ എന്ന് പറഞ്ഞാല് അതിന് മുന്നേ ഇതിനൊരു പാത്തോഫിസിയോളജി പറയുമ്പോൾ സ്രോതോരോധം എന്നൊക്കെ നമ്മൾ പറയും. അതായത് ആയുർവേദത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് പോകേണ്ട ഒരു സ്രോതസ് ഉണ്ട്, ആഹാരം പോകേണ്ട ഒരു സ്രോതസ് ഉണ്ട്, വെള്ളം പോകേണ്ട ഒരു സ്രോതസ് ഉണ്ട്. അതിനെ ഫിസിക്കലി ഇന്നതാന്ന് കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷെ കൺസെപ്ച്വൽ ലെവലില് ഓരോ സ്രോതസ്സുകളുണ്ട്. പ്രാണന് പോകാൻ, നമ്മൾ ശ്വാസത്തിന് പോകാൻ ഒരു സ്രോതസ് ഉണ്ട്. അപ്പൊ ആ സ്രോതസ്സിൽ ഏതിനൊക്കെയോ വരുന്ന ഒരു സംഘമാണ്, അതായത് ഒരു ഒബ്സ്ട്രക്ഷൻ ആണ് ഇൻഫ്ലമേഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നില്ല, നോർമൽ ഫ്ലോ നടക്കാത്തപ്പം വരുന്നതാണ് ഇൻഫ്ലമേഷൻ. പിന്നെ ചികിത്സ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് തന്നെ ഫാസ്റ്റിംഗ് ഒരു നല്ല ചികിത്സയാണ്. ലംഘനം എന്ന് പറയും. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം പല രീതിയിലുള്ള ഡയറ്റുകളൊക്കെ ഉണ്ട്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, വാട്ടർ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ഫാസ്റ്റ് ചെയ്ത് വാട്ടർ മാത്രം കുടിക്കുന്നത്, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇപ്പൊ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും ചിലരുടെ ദേഹപ്രകൃതി അനുസരിച്ച് ഫാസ്റ്റിങ്ങിന്റെ നേരവും എങ്ങനെ എന്ത് കഴിച്ചുകൊണ്ട് ഫാസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ എന്താണ് അപ്പൊ എടുക്കേണ്ടതെന്നൊക്കെ ഓരോരുത്തരുടെ ദേഹപ്രകൃതി അനുസരിച്ച് നമ്മൾ തീരുമാനിക്കും. പക്ഷെ ബേസിക് ആയിട്ട് കോമൺ ആയിട്ട് പറയുമ്പോൾ ഫാസ്റ്റിംഗ് ഒരു നല്ല ഓപ്ഷൻ ആണ്. പക്ഷെ അത് ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഫാസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അതിന് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഫാസ്റ്റിംഗ് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നീടുള്ളത് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നതാണ് പ്യൂരിഫിക്കേഷൻ തെറാപ്പീസ് എന്ന് പറയും. അതായത് വയറിളക്കുക, നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ടോക്സിൻസിനൊക്കെ ഒന്ന് റിലീസ് ചെയ്യുന്നു. അപ്പൊ അതിന് വേണ്ട മരുന്നുകൾ കഴിച്ച ശേഷം മെഡിസിൻസ് ഉപയോഗിച്ച് തന്നെ, മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള മരുന്നുകൾ ഉപയോഗിച്ച് വയറിളക്കുക, ഛർദിപ്പിക്കുക, അങ്ങനത്തെ പ്രൊസീജിയേഴ്സ്. അല്ലെങ്കിൽ തലയുടെ ഹെഡിന്റെ ഭാഗത്തിൽ ഊർധ്വാംഗത്തിൽ വരുന്ന അസുഖങ്ങൾക്ക് നസ്യം എന്ന് പറഞ്ഞ പ്രൊസീജിയർ, മൂക്കിൽ കൂടെ ടോക്സിൻസിനെ പുറത്ത് കളയുന്ന ഒരു പ്രൊസീജിയർ, അങ്ങനെ പഞ്ചകർമ്മങ്ങൾ, അതിലെ പ്യൂരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഫുഡിന്റെ തന്നെയാണ്. ഫുഡിൽ തന്നെ നമ്മൾ ഏറ്റവും റീസൺ പറയുന്നത് ഗുരു ആഹാരം എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഹെവി ആയിട്ടുള്ള ആഹാരങ്ങളോ, ഇല്ലെങ്കിൽ നമ്മൾ അത്യച്ഛനം എന്ന് പറയും. ഒരു രാവിലത്തെ ഭക്ഷണം 8 മണിക്ക് കഴിച്ചു, 11 മണി ആയപ്പം 8 മണിക്ക് കഴിച്ചാൽ ദഹിച്ചിട്ടില്ല, അതിന് പുറത്തേക്ക് നമ്മൾ അടുത്ത ആഹാരം കഴിക്കുന്നു. ആ 11 മണിക്ക് ദഹിക്കുന്നതിന് മുന്നേ 1 മണിക്ക് കഴിക്കുന്നു. അങ്ങനെ നമ്മൾ ടൈം ബേസ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥ. 4 നേരം 5 നേരം കഴിക്കണം എന്നുള്ളത് കൊണ്ട് കഴിക്കുമ്പോൾ മുമ്പ് കഴിച്ചത് ദഹിക്കുന്നില്ല. അപ്പോൾ ഒരു ഇങ്ങനെ അടിഞ്ഞടിഞ്ഞിരിക്കുവാണ്, ഒന്നും ദഹിക്കുന്നില്ലാത്തൊരവസ്ഥ അവിടെ സംഭവിക്കും. അപ്പൊ അത് ഫുഡിന്റെ ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ പറയാം. പിന്നെ ഇച്ചിരൂടെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ കൂടുതൽ പുളിയും കൂടുതൽ എരിവുള്ള ആഹാരങ്ങളൊക്കെ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ വേറൊന്നാണ് തൈര് എന്നുള്ളത്. കട്ടത്തൈര്, മോരിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, കട്ടത്തൈരായിട്ട് തന്നെ ഇരിക്കുമ്പോൾ അതും ഇച്ചിരി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ഫുഡാണ്. പിന്നെ ഇതുപോലെ നമുക്ക് ഡൈജഷന് ബുദ്ധിമുട്ടുള്ള എന്തും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ചിലപ്പം ചിലർക്കത് കപ്പക്കിഴങ്ങാവാം, ചിലർക്ക് ഇപ്പൊ ഈ വെജിറ്റബിൾ സലാഡ് കഴിക്കുന്നത് തന്നെ ചിലർക്ക് അത് കുക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് ദഹിക്കത്തില്ല. അപ്പൊ അത് അവർക്കൊരു ഇൻഫ്ലമേറ്ററി കോസ് ആവാം. അപ്പൊ ഓരോ ശരീരത്തിനും എന്താണ് കോസ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുക. പിന്നെ ഇതുപോലെ എക്സസൈസ് ചെയ്യുക എന്നുള്ളത്, അത് നമ്മൾ ഫാസ്റ്റിങ്ങിന്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. എക്സസൈസ് ചെയ്യുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ബേൺ ചെയ്യുന്നത്, നമ്മുടെ എന്താണ് അടിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ബേൺ ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ വേറൊരു റീസൺ ഇൻഫ്ലമേഷന് നമ്മൾ പറയുന്നത് സ്ട്രെസ് റിലേറ്റഡ് ആണ്, ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനും അതിൻ്റെതായ രീതിയിലുള്ള യോഗയോ ഇല്ല ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും നമുക്ക് ശിരോവസ്തി, ശിരോധാര തുടങ്ങിയ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത്
അതിനെ ക്ലിയർ ആക്കാൻ പറ്റും. ഇപ്പം ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നതും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ വാദം, പിത്തം, കഫം എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ സിംറ്റംസ് വെച്ചിട്ട് തന്നെ ഏത് ദോഷ പ്രകോപത്തിലുള്ള അല്ലെങ്കിൽ ഏത് ദോഷ അഗ്രവേഷൻ കാരണമാണ് അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിലുള്ള ചികിത്സ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഓവറോൾ ആയിട്ട് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ കോവിഡിന്റെ സമയത്തൊക്കെ ഇതുപോലെ ഇൻഫ്ലമേഷന്റെ ഇഷ്യൂസ് കുറെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് സഫർ ചെയ്യുന്നവരുണ്ട് ഇന്റേണലി. എന്ന് വെച്ചാൽ അപ്പൊ ആ കോവിഡിനെ സപ്രസ് ചെയ്തു, ആ ഒരു പനീനെ ഇല്ല ആ ഒരു പെയിനിനെ ഭയങ്കര ക്ഷീണത്തിനെ നമ്മൾ അപ്പൊ ഒന്ന് സപ്രസ് ചെയ്തു കഷ്ടിച്ച് അങ്ങ് രക്ഷപ്പെട്ടു. പക്ഷെ ഉള്ളിലുള്ള ഇൻഫ്ലമേഷൻ പുറത്തേക്ക് കളയുന്നില്ല. അല്ലെങ്കിൽ ഉള്ളിൽ ആ ടോക്സിൻസ് ഇപ്പോഴും കിടക്കുമ്പോൾ അത് നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും. അപ്പം നമ്മൾ കോവിഡിന്റെ സമയത്ത് റെഗുലർ ആയിട്ട് ആയുർവേദ ഡോക്ടേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്തിരുന്ന ഒന്നാണ് ഇഞ്ചിയും ശർക്കരയും കൂടെ ഈക്വൽ എമൗണ്ടിൽ, ഇഞ്ചി എന്ന് പറഞ്ഞാൽ നല്ല നാരുള്ള ഈക്വൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുള്ളത്. അത് നമ്മുടെ മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യാനും ഈ സ്രോതസ്, നേരത്തെ പറഞ്ഞ സ്രോതസ്സിനെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടും അതിന്റെ നോർമൽ ഫ്ലോവിനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഈസി പ്രിപ്പറേഷൻ ആണ്. അത് നമുക്ക് കോമൺ ആയിട്ട് അങ്ങനെ പറയാം. പിന്നെ അതിലും തന്നെ ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഞ്ചി കഴിക്കുമ്പോൾ അസിഡിറ്റി ഉണ്ടാവുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും എല്ലാം ഒരു മെഡിസിനും എല്ലാവർക്കും ഉള്ളതല്ല എന്നുള്ളത് തിരിച്ചറിയാം. അപ്പം ഇതാണ് കോമൺ ആയിട്ട് നമ്മളൊരു ഇൻഫ്ലമേഷനെ കുറിച്ചിട്ട് ആയുർവേദത്തിന്റെ ഒരു കൺസെപ്റ്റ്. ഈ കോവിഡ് വന്ന് കഴിഞ്ഞിട്ട് കോവിഡ് മാറി ഇപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ച വരെ കോവിഡ് മാറി 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് നോർമൽ ലൈഫിലേക്ക് പോയി കാറ് കഴുകുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക ഒക്കെ കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾ മരിക്കുന്നു. യങ് പീപ്പിൾ, 36 വയസ്സുള്ളവരും 40 വയസ്സുള്ളവരും ഒക്കെ. അപ്പൊ അത് ഈ മേയോ ക്ലിനിക്കിന്റെ ഒക്കെ ഇതില് റിസർച്ചില് അവര് പറയുന്നത് കോവിഡ് കഴിയുമ്പോഴും ഈ ഇൻഫ്ലമേറ്ററി സെൽസ് നമ്മുടെ ബ്ലഡ് വെസലിലൊക്കെ കൂടെ ഒഴുകുകയും ബ്ലഡ് വെസലിനൊക്കെ ഡാമേജ് ഉണ്ടാക്കുകയും ബ്ലഡ് വിസ്കസ് ആകുകയും ബ്ലഡ് തിക്കാകുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനെ കൂടുതൽ പറയാനുള്ള മെഡിക്കൽ നോളജ് എനിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ അവര് അറിയുന്നില്ല അവരുടെ ശരീരത്തില് ഇങ്ങനെ ട്രിഗർ ചെയ്താല് റിയാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉള്ളതായിട്ട് ആരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ കോവിഡ് കഴിഞ്ഞ് കുറച്ച് കാലത്തേക്കെങ്കിലും ആളുകൾ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്താൽ ഇതൊക്കെ ഒരു പരിധി വരെ അവർക്ക് തടയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് കോവിഡ് വന്നപ്പോൾ ഞങ്ങൾ ചെയ്തത് ചുക്കുവെള്ളം കുടിക്കുക, ചുക്കുവെള്ളം, മയമോദകം, ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് വെള്ളം ഉണ്ടാക്കി ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെ മൂത്രത്തിൽ കൂടെ പോകുന്നതൊക്കെ പോവുക, ഇങ്ങനെയൊക്കെയുള്ള ചില വഴികളാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അത് നമുക്ക് അറിയാൻ വയ്യ, എന്നാലും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വെച്ച് ചെയ്തതേ ഉള്ളൂ. പക്ഷെ അതുപോലെ ഈ കോവിഡിന്റെ കാലത്തും കോവിഡ് കഴിഞ്ഞ ഉടനെ ഒരു മാസത്തേക്കെങ്കിലും ആളുകള് എന്തൊക്കെ ചെയ്താൽ അവർക്ക് ഇതൊക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റും എന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പം ഇടം പറഞ്ഞല്ലോ, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് അങ്ങനത്തെ മരുന്നുകൾ കഴിച്ചു, മരുന്നല്ല വെള്ളമൊക്കെ കുടിച്ചു, അതൊക്കെ നല്ലതാണ്. നമ്മുടെ ഒരു ലെവലിൽ കൂടെ മാറിയിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലമേഷൻ ഇങ്ങനെ കോവിഡിന് ശേഷം വരുന്ന ഒരു അവസ്ഥനെ ആമം എന്ന് പറയും ആയുർവേദത്തില്. ആമം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഴയത് ദഹിക്കാത്തതോ ഇല്ല നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് നമ്മുടെ ശരീരം കോവിഡിന്റെ സമയത്ത് പ്രത്യേകിച്ച് എനിക്കൊന്ന് ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര മോശമായിട്ടാണ്. അന്ന് നമ്മള് സോഷ്യൽ മീഡിയയിൽ വരെ മുട്ട കഴിക്കണം, ഹെവി ആയിട്ട് കഴിച്ച് ബിരിയാണി കൊടുത്തിരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് കോവിഡ് പേഷ്യൻസിന്. ആക്ച്വലി ഒരു പനി ഇല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗൻസ് എല്ലാം വീക്കാണ്. അവരെല്ലാം വീക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനും ഒന്നിനും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ. അപ്പം നമ്മൾ ആ ഓർഗൻസിനോട് കണക്കെടുത്ത് കോവിഡിന്റെ സമയത്ത് തന്നെ ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ, കഞ്ഞി പോലത്തെ ആഹാരങ്ങളിൽ സൂപ്പ്, അങ്ങനത്തെ ലൈറ്റ് ആഹാരങ്ങൾ കഴിച്ച് നമ്മുടെ ഡൈജഷനെ ഒന്ന് കിൻഡിൽ ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ വരത്തില്ല. ഇനി ഇൻ കേസ് വന്നിട്ടുണ്ടെങ്കിലും സാധാ ഒരു പനിക്ക് തന്നെ, ഒരു പനി ചികിത്സ കഴിഞ്ഞ് സാധാ ഒരു പനി മാറിയാൽ തന്നെ ഒന്ന് വയറിളക്കുന്നത് നല്ലതെന്നാണ് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത്. വയറിളക്കും, അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. കാരണം ആ ഒരു ടോക്സിൻസിനെ പുറന്തള്ളണം. ഇല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ അത് ഉള്ളിലിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സുഖമായെങ്കിലും ചിലപ്പോൾ അത് റിക്കർ ചെയ്യാനും അതിനോടനുബന്ധിച്ച് വേറെ രോഗങ്ങളൊക്കെ വരും. അപ്പൊ ഈ കോവിഡിന് ശേഷം നമുക്ക് ഇച്ചിരി ആരോഗ്യമൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ ഏത് മരുന്ന് വെച്ചിട്ട് വയറിളക്കണം, ഇല്ല എന്ത് മരുന്ന് കഴിക്കണം ഇനി എന്നുള്ളത് നോക്കിയിട്ട്
അങ്ങനെ ചെയ്യുന്നതല്ല. പിന്നെ ഹോം റെമഡി പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചിയും ശർക്കരയും കൂടെ മിക്സ് ചെയ്യുന്നതല്ല. പിന്നെ ചുക്കുവെള്ളം അത് കുടിക്കുന്നത് നല്ലതാ. അങ്ങനത്തെ ഹോം റെമഡീസ് നമുക്ക് ഇച്ചിരി പാചകം എന്ന് പറയാം, നമ്മൾ ഡൈജഷൻ ഒന്ന് കിൻഡിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ ജങ്ക് ഫുഡ്സും ഹെവി ആയിട്ടുള്ള മൈദ, ബ്രെഡ്, റസ്ക്, അങ്ങനെ മൈദ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മൾ പനി വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ റസ്ക് കഴിക്കുവാണ്. വേറെ ഒന്നും കഴിക്കില്ല, റസ്ക് കഴിക്കും. പക്ഷെ റസ്ക് എന്ന് പറഞ്ഞാൽ മൈദയാണ്, ബേസിക്കലി മൈദയാണ്. ബ്രെഡും മൈദയാണ്. അപ്പം ബ്രെഡും റസ്കും ഒക്കെയാണ് നമ്മൾ ബാക്കി ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് പനി വരുമ്പോൾ കഴിക്കുന്നത്. അപ്പൊ അതെല്ലാം നമ്മുടെ ശരീരത്തിന് ടോക്സിൻ ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുക. കാരണം അതിന് ഒന്ന് ദഹിച്ച് കളയുന്നില്ല നമ്മുടെ ശരീരം ആ സമയത്ത് നമ്മൾ അസുഖം പിടിച്ചിരിക്കുമ്പോൾ. അപ്പൊ കോവിഡിന് ശേഷമല്ല, കോവിഡ് വരുമ്പോൾ എന്ത് ടൈപ്പ് പനിയാണെങ്കിലും വരുമ്പോൾ തന്നെ നമ്മൾ ഈ രീതിയിൽ ശരീരത്തിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പിന്നീട് അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവത്തില്ല. പിന്നെ ഈ സമയത്ത് മെഡിസിൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ തിക്തരസമായിട്ടുള്ള, അതായത് കയ്പ് രസമുള്ള മരുന്നുകളാണ് പനിക്കും കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ ചിറ്റമൃതം എന്ന് പറഞ്ഞ മരുന്ന് വരും. ചിറ്റമൃതത്തിന്റെ വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാ. ചിറ്റമൃതം എന്നുള്ള ചെടി കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അത് ഈ പറഞ്ഞ ഡയബറ്റീസിനും ഏത് രോഗമാണെങ്കിലും ഇതെല്ലാം മെറ്റബോളിക് പ്രശ്നങ്ങളാണ്. അപ്പൊ അതിപ്പോ ഡയബറ്റിക്കിനാണെങ്കിലും കൊളസ്ട്രോളിനാണെങ്കിലും ഒക്കെ ഒരേ റൂളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയാണ്. നമ്മൾ ഡൈജഷനെ കിൻഡിൽ ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഡോക്ടർ പറഞ്ഞ ഇഞ്ചിയും ശർക്കരയും എന്ന് പറഞ്ഞില്ലേ, ചൈനക്കാരുടെയും മലേഷ്യക്കാരുടെയും ഒക്കെ അവർക്കൊക്കെ ഉള്ള ഒരു മരുന്നാണത്. ജിഞ്ചർ മൊളാസസ് എന്ന് പറഞ്ഞ ക്യൂബായിട്ട് കിട്ടും അവിടെ. മൊളാസസ് എന്ന് പറയുന്ന ശർക്കര, ഷുഗർ ആക്കുന്നതിന് മുമ്പുള്ള ശർക്കരയായിട്ടുള്ള ഫോമില്ലേ. അപ്പൊ അതെല്ലാം അവർ ഉപയോഗിക്കുന്നത് ഏജ്ഡ് ജിഞ്ചറിനാണ്, കുറച്ച് നാൾ ഇരുന്ന് പഴകിയ ജിഞ്ചർ. അങ്ങനെ ജിഞ്ചർ മൊളാസസ് എന്ന് പറഞ്ഞാൽ നാരുള്ള ഒരു ക്യൂബാണ്. അതെനിക്ക് എൻ്റെ മോൻ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ ഒരു വലിയ ചികിത്സയാണത്. ചായക്ക് മധുരത്തിന് വരെ അതിട്ട് എല്ലാ ദിവസവും അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ജിഞ്ചർ മൊളാസസ്. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മള് ആഹാരം കഴിക്കുന്നത് ലഘുവായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു, വയറിളക്കണം എന്ന് പറഞ്ഞു. എൻ്റെ വല്യമ്മച്ചി, എൻ്റെ ഗ്രാൻഡ് മദർ, ഞങ്ങൾക്കൊക്കെ പനി വരുമ്പോൾ ആദ്യം നമ്മൾക്ക് ആവണക്കെണ്ണ തന്നു, അത് കഴിയുമ്പോൾ വയറിളക്കുമായിരുന്നു. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കരച്ചില്ലായിരുന്നു. കൊച്ചുങ്ങൾ വല്ലാതെ കിടന്നു കഴിയും പറഞ്ഞാൽ അവരെ വയറിളക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒരു അബദ്ധവും അതുകൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഈ ചികിത്സകൾ പണ്ട് നമ്മുടെ നാട്ടില് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തതും നിലവിലുള്ളതും ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ വിട്ടുപോയി. നമ്മള് ഇത് കഴിയുമ്പോൾ ശരീരത്തിന്റെ ക്ഷീണം മാറ്റാനായിട്ടെന്ന് പറഞ്ഞ് ഹെവി ആയിട്ടൊക്കെ കഴിക്കും. പക്ഷെ അസുഖമുള്ളപ്പോൾ എല്ലാവരും കഞ്ഞി തന്നെയാണ് ശരണം. കഞ്ഞിക്ക് ഒരു സ്ഥാനക്കുറവുണ്ടെങ്കിലും പഴങ്കഞ്ഞി ഇപ്പൊ വലിയ താരമാണ്, പഴങ്കഞ്ഞി. അപ്പൊ അത് പഴങ്കഞ്ഞിക്കും വിഷയമുണ്ട് പറഞ്ഞാൽ, അത് ഭയങ്കര കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ആണ്. അപ്പം പണ്ടെന്ന് പറഞ്ഞാല് അത് കഴിച്ചിട്ട് പിന്നെ പണിയെടുക്കാൻ പോകുന്നവരായിരുന്നു നമ്മുടെ പഴമക്കാരൊക്കെ. കിളച്ച് പണിയെടുക്കും. അപ്പൊ അത് മൊത്തം ബേൺഔട്ട് ആവും. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്, അത് ഒരിക്കലും ബേൺഔട്ട് ആവുന്നില്ല. പഴങ്കഞ്ഞി സാധനം സംഭവം നല്ലതാണ്, പക്ഷെ ഹെവിയാണ് ഭയങ്കര. ഒത്തിരി പ്രോബയോട്ടിക്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. തൈര് കൂടെ ഒക്കെ കലർത്തിയല്ലേ അത് കഴിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇപ്പൊ മാഡം പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത് എന്താണ് ഇൻഫ്ലമേഷൻ, എങ്ങനെ ഉണ്ടാകുന്നു. നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഭക്ഷണ രീതി, നമ്മൾക്ക് താങ്ങാനാവാത്ത കാര്യങ്ങൾ, അതായത് ഡൈജഷനിലാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നമ്മളുടെ ശരീരത്തിന് താങ്ങാവുന്നതോ മനസ്സിന് താങ്ങാവുന്നതിനോ അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴാണ്, നമ്മളിലേക്ക് എടുക്കുമ്പോഴാണ് നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിച്ച് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ ഫിസിക്കൽ എക്സസൈസ്, നമ്മൾ മസിൽ ബിൽഡ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് ഓവർ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. ഈ കോവിഡ് കഴിഞ്ഞ് പലർക്കും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അവരുടെ റുട്ടീനൊക്കെ വിട്ടിട്ട് കോവിഡ് കാലത്ത് റെസ്റ്റ് ചെയ്ത് കോവിഡ് മാറുമ്പോൾ നേരെ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്ത് ഹാർട്ട് അറ്റാക്ക് വന്ന പലരെയും, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന പ്രമുഖരായ ആളുകളെ കുറിച്ചും നമ്മൾ കേട്ടു. അപ്പൊ ഓവർ എക്സസൈസ് കൊണ്ടാണ് എന്ന് പറയുന്നു. പക്ഷെ അത് നമുക്ക് കോവിഡ് കാലത്തിന് മുമ്പ് ഈ ഓവർ എക്സസൈസ് വന്ന് മരിച്ച ആരെയും നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ നിൽക്കുമ്പോൾ ഏത് കാര്യവും എക്സ്ട്രീമായിട്ട് ചെയ്യുന്നത് അപകടകരമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നമ്മള് ഇൻഫ്ലമേഷൻ നമുക്ക് എപ്പോഴും, പിന്നെ വേറൊരു ഞാൻ ചോദിക്കാൻ വന്നത്, ഗം ഡിസീസ് പോലെയുള്ള അസുഖങ്ങളുണ്ടല്ലോ,
ഈ ഗം റിസഷൻ എന്നൊക്കെ പറഞ്ഞ് മോണപഴുപ്പ്, ഇതൊക്കെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമോ? അത് ഹാർട്ട് വരെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നത് ശരിയാണോ? അത് ഒരുവിധം ഈ ഈ രോഗങ്ങൾ നമ്മൾ ഇച്ചിരി കൂടെ ലോക്കൽ ആണെന്നാണ് ചിന്തിക്കുക. ഇപ്പം ഗമ്മിൽ വരുന്ന ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറഞ്ഞ ലോക്കലാണ് നമ്മളുടെ മനസ്സിൽ വരിക. അത് പല്ലിലെ മാത്രമല്ലേ. പക്ഷെ അങ്ങനെയല്ല, ഏത് രോഗത്തിനും ഒരു ഫുൾ ബോഡിനെ അഫക്ട് ചെയ്യാനുള്ള ഒരു അതെ അങ്ങനെ ഉണ്ട്. അപ്പം പറഞ്ഞ പോലെ ഏത് ഓർഗനെ അഫക്ട് ചെയ്യാം. പിന്നെ അതിന്റെ സിവിയറിറ്റിയും ഒക്കെ ഇപ്പൊ വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, വിരുദ്ധ ആഹാരം എന്ന് പറഞ്ഞിട്ട്. വിരുദ്ധമായ ആഹാരങ്ങൾ തമ്മിൽ ചേർന്ന് കഴിക്കുക. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പാലും മീനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരേ സമയത്ത് പാലും മീനും കഴിക്കുന്നത് ഒരു വിരുദ്ധാഹാരമാണ്. പക്ഷെ ആ സമയത്ത് പോലും നമ്മൾ പറയുന്നുണ്ട്, ആയുർവേദത്തിൽ പറയുന്നത് നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് വിരുദ്ധാഹാരം ഒരു ഇഷ്യൂ ഉണ്ടാക്കത്തില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ വ്യായാമം ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഏത് പാർട്ടിനെ അഫക്ട് ചെയ്യുന്ന രോഗമാണെങ്കിലും ഫുൾ ബോഡിനെ അഫക്ട് ചെയ്യും. ചിലപ്പോൾ ഹാർട്ടിനെ ഒക്കെ അഫക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ സിവിയറിറ്റി അനുസരിച്ച് മാറിയിരിക്കും ഓരോ. അപ്പൊ ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുണ്ടാകാം എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഈ വാദം, പിത്തം, കഫം, ഇതിൽ ഏതിന്റെ ഇംബാലൻസും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആണോ? അങ്ങനെയല്ലേ? അതുപോലെ ഡയബറ്റിസ് ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ് എന്ന് പറയുന്നത് ഡയബറ്റിസ് കൊണ്ട് ഇൻഫ്ലമേഷൻ വന്നതാണോ, ഇൻഫ്ലമേഷൻ കൊണ്ട് ഡയബറ്റിസ് വന്നതാണോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടോ? ഇല്ല, അത് രണ്ട് രീതിയിലും ആവാം. ഇൻഫ്ലമേഷൻ കാരണം ഇൻഫ്ലമേഷൻ ബാധിച്ച് വേറെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് ഇൻഫ്ലമേഷൻ ബാധിച്ച് പാൻക്രിയാസിനെ എഫക്ട് ചെയ്ത് ഇൻസുലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി ഫാറ്റ് ഡെപ്പോസിഷൻ വന്ന് അങ്ങനെ ഡയബറ്റിസ് ഉണ്ടാവാം. പിന്നെ ചിലർക്ക് ഡയബറ്റിസ് പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ടൊക്കെ വരുന്നത് വേറെ റീസൺസ് കൊണ്ടാണ്. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ഡയബറ്റിസ് മിക്കതും ഇൻഫ്ലമേഷൻ, നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ കാരണം അസുഖം ഉണ്ടാവുന്നു എന്നുള്ളതാണ് കൂടുതൽ വരാനുണ്ടാവുന്ന ചാൻസ്. അതാണ് ഈ ആയുർവേദത്തില് ശരീരവും മനസ്സും ഉൾപ്പെടുന്നുണ്ടോ ചികിത്സയില്? ശരീരവും മനസ്സും ഉണ്ട്. അത് നമ്മൾ ക്യാൻസർ മാത്രമല്ല ഏത് രോഗത്തിനും നമ്മളൊരു മെന്റൽ ഫാക്ടർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദത്തില് മാനസിക ഒരു ഭാഗം തന്നെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, പറയുന്ന ഒരു ഭാഗമാണ്. സത്വം, രജസ്, തമസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാദപിത്ത കഫം എന്ന് പറഞ്ഞ് ശരീരപ്രകൃതി പറയുന്ന പോലെ മാനസിക പ്രകൃതി ഉണ്ട് ഓരോരുത്തർക്ക്. അപ്പൊ അതിൽ വരുന്ന വേരിയേഷൻസ് കൊണ്ടിട്ട് അസുഖങ്ങൾ വരും, ഇഷ്ടം പോലെ വരും. നമ്മുടെ ഡയബറ്റീസിന് തന്നെയാണെങ്കിലും നമ്മൾ ശിരോധാര എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അത് ന്യൂറോപ്പതി കുറയ്ക്കുന്നുണ്ട്, അതുപോലെ ഡയബറ്റീസിന്റെ വാല്യൂ ആയിട്ട് കുറയ്ക്കുന്നുണ്ട്, മെന്റലി ഉള്ള സ്ട്രെസ് കുറയ്ക്കുന്നുണ്ട്, ഇൻസോംനിയ, ഉറക്കമില്ലായ്മ ഒക്കെ കുറയ്ക്കുന്നുണ്ട്. അപ്പം ഒറ്റ ആ ഒരു ട്രീറ്റ്മെന്റ് തന്നെ ഇത്രയും എഫക്ട് ചെയ്യുന്നുണ്ട്. ആ മെന്റൽ സ്റ്റാറ്റസിനെ ഒത്തിരി നമ്മള് എന്താണ് പറയുന്നത്, ശ്രദ്ധിച്ചുകൊണ്ടാണ് എപ്പോഴും ചികിത്സ ചെയ്യുന്നത്. അതിപ്പം ചുമ്മാ ഒരു വാതരോഗമാണെങ്കിൽ കൂടി അതിലും ഉണ്ടാകും ഒരു മെന്റൽ ഫാക്ടർ. ശ്രദ്ധിച്ചാൽ മതി. വീട്ടിൽ എപ്പോഴും ഇരിക്കുന്ന, ഇല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കായിപ്പെടുന്ന മാതാപിതാക്കൾക്കായിരിക്കും കൂടുതൽ അസുഖങ്ങൾ. എന്നാൽ പിള്ളേരൊക്കെ ആയിട്ട് എപ്പോഴും ഉള്ളവരും ബിസി ആയിട്ട് എന്തെങ്കിലും എപ്പോഴും ചിന്തിക്കാനോ എപ്പോഴും ചെയ്യാനോ എന്തെങ്കിലും ഒക്കെ ഉള്ളവർക്ക് അസുഖങ്ങൾ കുറവായിരിക്കും. അതൊരു മെന്റൽ ഫാക്ടർ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്തൊക്കെ നന്നായിട്ട് എവിഡന്റ് ആയിരുന്നു. അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളപ്പം കൂടുതൽ അസുഖങ്ങൾ വരുന്നതും ഇമ്മ്യൂണിറ്റി വരെ കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി ഒരു അവസാന ചോദ്യം. ഞാൻ ഈയിടെ ഒരു പുസ്തകം വായിച്ചു, യു ആർ ദ പ്ലെസീബോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്നത് ഈ നമ്മളുടെ ഈ വാദമാണെങ്കിലും പിത്തമാണെങ്കിലും നമ്മൾ അലോപ്പതി വഴി നോക്കിയാലും ഏത് മരുന്ന് ചെയ്താലും ആ മരുന്നുകള് ഒരു റിക്കവറി ഫെസിലിറ്റേറ്റ് ചെയ്യത്തേ ഉള്ളൂ, അതിനുള്ള സൗകര്യം ഒരുക്കുന്നതേ ഉള്ളൂ. റിക്കവറിയും റിപ്പയറും ശരീരം തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരം റിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ മനസ്സും നമ്മുടെ ബോധവും. അതുപോലെ നമ്മൾ അതിനുവേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങളും. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളുടെ ചികിത്സ, നമ്മൾ തന്നെയാണ് നമ്മളെ സൗഖ്യമാക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മളിലുള്ള ചേതനയാണ് എന്ന് പറയുന്നത് ശരിയാണോ? ആയുർവേദം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച്? അതെ, അത് ശരിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മുറിവ് വന്നാൽ അത് നമ്മൾ തന്നെ ഹീൽ ആവുന്ന, ചെറിയ മുറിവാകുമ്പോൾ അത് കുഴപ്പമില്ല, എക്സ്റ്റേണലി ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല. അടുക്കളയിൽ ഒന്ന് കത്തി കൊണ്ട് മുറിയുന്നൊന്നും നമ്മൾ ഇഷ്യൂ ആക്കുന്നില്ല. പക്ഷെ
ചില കേസിൽ നമുക്ക് തന്നെ നമ്മുടെ ബോഡിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എക്സ്റ്റേണലി നമ്മൾ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പം ചെറിയ രോഗങ്ങളൊക്കെ അതുകൊണ്ടാണ്. ഇപ്പം പനിക്ക് പോലും ശരിക്കും നമ്മുടെ ബോഡി തന്നെ അതിനെ ക്ലിയർ ചെയ്യും. മരുന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. റെസ്റ്റ് എടുക്കുക, ഫാസ്റ്റിങ്ങോ ലൈറ്റ് ആയിട്ട് ആഹാരം കഴിക്കുക, ബോഡിക്ക് റെസ്റ്റ് കൊടുത്താൽ തന്നെ അത് ഹീലാവും. പിന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റാത്തവരും റെസ്റ്റ് എടുക്കാൻ പറ്റാത്തവരും ആ ഒരു അവസ്ഥയിലുള്ളവരാണ് ആക്ച്വലി മെഡിസിൻ എടുത്ത് അതിനെ ഓടിച്ചു വിടുന്നത്. അതിന് ഉള്ള സമയം കൊടുക്കാതെ അതിനെ പെട്ടെന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ അടുത്ത മാസം വീണ്ടും ഇതേപോലെ അസുഖം വരും. പക്ഷെ നമ്മുടെ ബോഡി തന്നെ ഹീൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടൈം പീരീഡിൽ ആ ഹീലിംഗ് നിൽക്കുന്ന നമ്മുടെ ശരീരത്തിൽ അത് നിൽക്കുന്ന പീരീഡ് ചിലപ്പോൾ കൂടുതലായിരിക്കും നമ്മൾ മരുന്ന് കഴിച്ചതിനെ ക്ലിയർ ചെയ്യുന്നതിനെക്കാട്ടും. പക്ഷെ ചില കണ്ടീഷനിൽ നമ്മൾ മെഡിസിൻ എന്തായാലും എടുക്കേണ്ട അവസ്ഥകളും ഉണ്ട്. മെഡിസിനോ എക്സ്റ്റേണൽ ഒരു ഹെൽപ്പിന്റെ ഒരു ആവശ്യം വരുന്ന അവസ്ഥകളുണ്ട്. എല്ലാം നമ്മുടെ ബോഡിക്ക് തന്നെ ചിലപ്പോൾ മെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നമ്മുടെ ബോഡിയാണ് അൾട്ടിമേറ്റ് ഹീലർ. ഒടി കാലൊക്കെ ഒടിഞ്ഞാലും നമുക്ക് കാസ്റ്റ് ഇടാതെ ഹീൽ ചെയ്യാൻ പറ്റും. അലൈൻമെന്റ് മാറി. അപ്പൊ ഡോക്ടർ പറഞ്ഞതിനെല്ലാം വളരെ നന്ദി. വളരെ നല്ല ഒരു സെഷനാണ്. എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന കുറെ സംശയങ്ങളാണ്. ഈ കഴിഞ്ഞ ആഴ്ച വരെ പോലും എന്റെ സിസ്റ്റർ ഇൻ ലോയുടെ ഫ്രണ്ടിന്റെ ഡോട്ടർ ഇൻ ലോ ഇതുപോലെ പെട്ടെന്ന് മരിച്ചു. എന്റെ ഫ്രണ്ടിന്റെ സൺ ഇൻ ലോയുടെ റിലേറ്റീവ് ഇതുപോലെ പെട്ടെന്ന് മരിച്ചു. കോവിഡ് 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ കോവിഡ് വന്നിരുന്നു. അപ്പൊ അത് റിക്കവർ ചെയ്ത് കഴിഞ്ഞ് അവർ തിരിച്ച് റുട്ടീനിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ റുട്ടീനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് ബോഡിയിൽ നിന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞ വിധത്തിൽ നമ്മൾ ജിഞ്ചർ ആൻഡ് മൊളാസസ് ഓർ ജാഗറി അല്ലെങ്കിൽ പനങ്കൽക്കണ്ടൊക്കെ ആയാലും കൊള്ളായിരിക്കും. ഇതെല്ലാം ഇത് ഒന്നിച്ച് കഴിക്കുക, പിന്നെ വെള്ളം ധാരാളം കുടിക്കുക, ചുക്കുവെള്ളം കുടിക്കുക, ലഘുവായ ആഹാരം കഴിക്കുക. ഉടനെ തന്നെ നമ്മൾ തിരിച്ച് നോർമൽ നമ്മൾ ചെയ്തിരുന്ന ആയാസകരമായ ജീവിത രീതിയിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അതുപോലെ ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. നമുക്ക് എപ്പോഴും സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും നമ്മുടെ ബോഡി ഓരോ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ കഴിച്ച ഭക്ഷണം എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പൊ നമ്മൾ സെൽഫ് അവയർനെസ്സോടെ കൂടെ ഇരിക്കുക. നമ്മൾക്ക് ഒത്തിരി ക്ഷീണം തോന്നുന്നതോ വേദന തോന്നുന്നതോ ആയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക. ഇത് എത്ര നാളത്തേക്ക് ഇങ്ങനെ നമ്മൾ നോക്കേണ്ടി വരും? 3 മാസം? അങ്ങനെ ഒരു ടൈം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് കോവിഡ് കഴിയുമ്പോഴേ ഈ ടോക്സിൻസ് പോയി ആ രീതിയിൽ നമ്മുടെ ശരീരത്തിലെ നമ്മൾ മെയിൻ ചെയ്യുകയാണെങ്കിൽ. അത് ചിലർക്ക് ആ ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യും അതാണ് നോക്കേണ്ടത്. ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന അനുസരിച്ച് ചെയ്യാം. ലോങ് കോവിഡ് എന്ന് പറഞ്ഞ ചില ആളുകൾക്ക് അത് ഒരുപാട് 1 വർഷം വരെയൊക്കെ നിൽക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ, ഡോക്ടർ വളരെ ഉപകാരമായിരുന്നു. വന്നതിന് വളരെയധികം നന്ദി. ഡോക്ടർക്ക് തിരക്കുള്ള ഷെഡ്യൂൾ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വന്ന് നമ്മളോടൊക്കെ സംസാരിച്ചല്ലോ. ഒരുപാട് പേർക്ക് മനസ്സിലുള്ള സംശയങ്ങളും ഭയങ്ങളും, വയസ്സായ ഞങ്ങൾക്കൊക്കെ ഭയങ്ങളും ഒക്കെയാണ് ഈ ക്ലിയർ ചെയ്യാൻ വന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ എന്തായാലും ഞാൻ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോ നന്ദി, നമസ്കാരം. ഇനിയും വരാൻ സാഹചര്യം ഉള്ളപ്പോൾ അറിയിക്കണം. നമ്മൾ പുതിയ ചോദ്യങ്ങളുമായിട്ട് വരും. ഓക്കെ, ശരി, താങ്ക് യു.